ഹായ് ഗായ്സ്, വെൽക്കം ടു അലപ്രാസ് വ്ലോഗ്. അപ്പോൾ എന്റെ ലാസ്റ്റ് പാട്ട് പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ വന്നിരിക്കുന്നത് കുന്നുപേട്ടയിലുള്ള വാൻടൺ കഫേയിലാണ്. വലിയ ആൾത്തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡൗട്ട് അടിച്ചാണ് അകത്തോട് ചെന്നത്. അപ്പോഴാണ് ദേ പഴയ കാലത്ത് ഈ പൈസയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് മേളിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിനും ഫുള്ള് ഇവരുടെ റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് അവർ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി 5 സ്റ്റാർ റിവ്യൂസ്. പിന്നെ ഇവിടെ ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് പഴയ കാലത്തെ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ വന്നിരിക്കുന്നത് പലചരക്ക് കടയിലൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യുക ഇതെന്താണ് സംഭവം എന്ന്. റേഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി കട്ടിയും ത്രാസുമാണെന്നും സ്പൂണൊക്കെ പണ്ട് കാലത്ത് ഇട്ടുകൊണ്ടിരുന്നതാണ്. വാള്, പിന്നെ ഇത് കുറെ നമ്മുടെ വിളക്കുകളാണ്. പണ്ടത്തെ കാലത്തെ TV. ഇതെന്താണെന്നറിയോ? ടൈപ്പ് റൈറ്റർ. അതുപോലെ തന്നെ നമ്മുടെ കറക്കുന്ന ഫോണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് കാണുന്നത്. ഇതൊക്കെ ഞാൻ സിനിമയിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. പഴമയുടെ തനിമ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സാവകാശവും കിട്ടും. ഇവിടെ സൈഡിലാണെങ്കിൽ ഒത്തിരി പാത്രങ്ങളും, പണ്ടത്തെ ചെമ്പ് പാത്രം, അമ്മിക്കല്ല്, ആട്ടുകല്ല്, അരകല്ല്, പിന്നെ അടുപ്പുകളൊക്കെ ആണെന്നാ തോന്നുന്നത്. ശരിക്കും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ളത് എനിക്കും അറിയില്ല. പിന്നെ നമുക്കിതൊക്കെ കാണാമല്ലോ, കാണുന്നത് തന്നെ ഒരു രസമാണല്ലോ അല്ലേ. ഇത് പണ്ടത്തെ ടൈം പീസ്. ഭൂതം വന്നില്ലെങ്കിലും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് മേളിൽ പോയി ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോ ഇവിടെയും കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തേനീച്ചയുടെ അടയാണിത്. റെസ്റ്റോറന്റിന്റെ അകത്ത് എന്തിനാണ് ഒരു കിണറ് അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ വെള്ളം ഒന്നും ഇല്ല കേട്ടോ. ചുമ്മാ ജസ്റ്റ് അവരൊരു കിണർ പോലെ പണിത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പണ്ടത്തെ പോലത്തെ ആ ഒരു മോഡല് അവരെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. അപ്പൊ നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എനിക്ക് റൈസ് കഴിക്കാനാണ് തോന്നിയത്. പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ വന്നിട്ടുണ്ട്. പൊറോട്ട ഒരു രക്ഷയില്ല കേട്ടോ. ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റും. ചില്ലി ചിക്കന്റെ റിവ്യൂ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അടിപൊളി. അടുത്തതായിട്ട് നമ്മൾ മിൻ ലൈമാണ് ഓർഡർ ചെയ്തത്. ഫ്രഷ് ആയിട്ട് അവര് നമുക്ക് ഉണ്ടാക്കി തന്നു. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ല. ഷോപ്പ് കണ്ടാൽ ധൈര്യമായിട്ട് കയറിക്കോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.